ആരംഭിച്ചതോടുകൂടി പച്ചക്കറിക്ക് വലിയ വർധനമാണ് വിലയിൽ സംഭവിച്ചിരിക്കുന്നത്. സാധാരണക്കാരാണ് വാങ്ങിക്കുന്നത്. സാധാരണക്കാർക്ക് ജോലിയില്ലായ്മയിൽ നിന്നും ഈ പച്ചക്കറിക്ക് വില കൂടി കിടക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് പോലും ഇപ്പം കച്ചവടം നടക്കുന്നില്ല. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഇക്കാരണത്താൽ വിൽപ്പനയിൽ ഇടിവുണ്ടായതായും പച്ചക്കറി വ്യാപാരികൾ. കഴിഞ്ഞ മാസം 40-50 രൂപ കടന്ന സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ് ഇവയ്ക്കിപ്പോൾ 100 രൂപയോളം എത്തി. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 80-100 രൂപ കിടന്ന കിറ്റുകൾ ഇപ്പോൾ 150 രൂപയായി. മണ്ഡലകാലം ആരംഭിച്ചതോടെയാണ് ഈ വിലവർധനവെന്ന് വ്യാപാരികൾ പറയുന്നു. മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി പച്ചക്കറിക്ക് വലിയ വർധനമാണ് വിലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് വരുന്നത്. നല്ല സാധനങ്ങളും വരുന്നില്ല. സാധനങ്ങളും വളരെ മോശമാണ്. പക്ഷേ ഓരോ ദിവസവും പ്രത്യേകിച്ച് സവാള, തക്കാളിക്ക് അടിക്കടി വില വർധന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പച്ചക്കറി പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങളും വില വർദ്ധിക്കുന്നുണ്ടെങ്കിലും ക്രമാതീതമായി വർദ്ധിക്കുന്നത് പച്ചക്കറിക്കാണ്. ഈ കച്ചവടം നടക്കാത്തതുകൊണ്ട് സാധനങ്ങൾ ഒരുപാട് ഡാമേജായി പോയി. നമുക്ക് കച്ചവടം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വില കൂടിയിട്ടായാലും ഈ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വ്യാപാരികൾക്കും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിക്ക് എത്ര വിലയായി? ഇപ്പം കൊച്ചുള്ളിക്ക് ഇപ്പം 70 രൂപയാണ് ഇപ്പം മാർക്കറ്റ് നമ്മൾ കൊടുക്കുന്ന വില. ഇപ്പം അതിൽ തന്നെ ചെറിയ കൊച്ചുള്ളിയൊക്കെ വില കുറഞ്ഞ ഉള്ളികളുണ്ട്. ഇപ്പം സവാളയ്ക്ക് ഇപ്പം 80, 85, 90, പൊതുവേ ഒരു 60 രൂപ, 50 രൂപ, 60 രൂപ വില കടന്ന സവാളയാണ്. പെട്ടെന്നാണ് സവാളക്കൊക്കെ കുത്തനെ വില. കിഴങ്ങും അതാണ്. കിഴങ്ങൊക്കെ സ്വാഭാവികമായിട്ട് 50 രൂപ, 60 രൂപ ലെവലിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പലചരക്ക് സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർധനവ് താങ്ങാവുന്നതിനും അപ്പുറമാണ്. കച്ചവടക്കാർക്ക് ഇപ്പോൾ കച്ചവടം കുറഞ്ഞ അവസ്ഥയാണ്. സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ താങ്ങാനാവുന്നതിലും കൂടുതൽ വില ആയതിനാൽ ആരും കടയിൽ എത്തുന്നില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി.